നമസ്കാരം മേഡം. ആരാ ആള്? ഇതാ അയാള്. എന്താ മോഷ്ടിച്ചത്? ഇതാ മേഡം. ഇതെവിടുന്ന കിട്ടിയേ? ഈ ബാഗിൽ. ഇത് പിടിക്ക്. എന്താ പേര്? ഇങ്ങോട്ട് മാറി നിൽക്കേ. മാഡം, എന്റെ അനിയത്തി അവളൊരു തെറ്റും ചെയ്യില്ല. ഇതൊന്നും തെറ്റിദ്ധാരണയാണ് മാഡം. ഇയാളങ്ങോട്ട് മാറി നിൽക്കേ. മാഡം, നീ മോഷ്ടിച്ചോ? എടുത്തത് അവളൊരിക്കലും എനിക്കൊന്നും അറിയില്ല. ഇതൊന്നും തെറ്റിദ്ധാരണയാണ് മാഡം. മോഷ്ടിച്ചിട്ട് വീണ്ടും നീ കള്ളം പറയുന്നോ? നെക്ലസ് ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയത് മേഡം. ഇവള് കള്ളം പറയുന്നതാ. ഞങ്ങൾ ഇവിടെ കൈയോടെ പിടികൂടിയതാ. അങ്ങനെയല്ല, ഞാൻ പറയുന്നു കേൾക്കണം. ശരിക്കും ഈ പറയുന്ന നല്ല സംഭവം. ഇതെങ്ങനെയാ അവളുടെ ബാഗിനകത്ത് ആയിപ്പോയത്? ഇയാളോട് ചോദിച്ചോ? മാറി നിൽക്കാം കൂടെ. അമ്മാവ, അവരോടൊന്നും പറയാം അമ്മാവ. അവൾ ഒരിക്കലും അത് ചെയ്യില്ല. അമ്മാവൻ അത് അറിയുന്നല്ലേ. മോനെ, കൊണ്ടു മുതലല്ലേ എങ്ങനെ ബാഗിൽ നിന്ന് കിട്ടിയത്? ഞാൻ ഇനി എന്ത് ചെയ്യാനാ മക്കളെ? മോഷണം നിന്റെ സ്ഥിരം പരിപാടിയാണോ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എല്ലാ കള്ളന്മാരും കള്ളികളും ആദ്യം ഇങ്ങനെ പറയും. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിച്ചോളാം. മാഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. അവളൊരു തെറ്റും ചെയ്യില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ കാല് പിടിക്കാം. ദേവി, അത് എന്റെ അനിയത്തി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. മാഡം ഒന്ന് മനസ്സിലാക്കണം. മാഡം ഒരു മിനിറ്റ്. ഐ എം ഡോക്ടർ പാർവതി. രത്നയുടെ സ്കൂൾ ടീച്ചറാണ്. രത്നയുടെ ബാഗിൽ നിന്നും നെക്ലേസ് കിട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് എങ്ങനെ ബാഗിൽ വന്നു എന്നുള്ളതല്ലേ ആദ്യം കണ്ടെത്തേണ്ടത്. ഗിരി അവന്റെ അനിയത്തിമാരും കൊണ്ട് അവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതിയതാ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അതാണല്ലോ അനുഭവം. ഇവിടെ അതുപോലെ തന്നെ സംഭവിച്ചു. അവരങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? തുണി വാങ്ങി കൊടുക്കണമായിരുന്നെങ്കിൽ അത് വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ പോരായിരുന്നോ? ഒരിക്കലും ഒരു പൊതുസ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റിയൊരു കൂട്ടരല്ല അവര്. അവരവിടെ എന്ത് തെറ്റ് ചെയ്തു? അവരായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. ഒരിടത്ത് ഒതുങ്ങി നിന്നല്ലേ ഉള്ളൂ. എന്നിട്ടും ആരോ കരുതി കൂട്ടി അവളെ കള്ളിയാക്കി. അതാ സെയിൽസ്മാൻ ഒപ്പിച്ച പണിയല്ലേ? സെയിൽസ്മാൻ എന്തിനത് ചെയ്തു? രത്നയെ കള്ളിയാക്കിയിട്ട് അയാൾക്ക് എന്ത് നേട്ടം? ജുവലറിയിലെ CBI ഓഫീസർ ചമഞ്ഞുകൊണ്ട് കേസ് തെളിയിച്ചത് പോരെ? അതിന്റെ വാലയെ തൂങ്ങി അടുത്ത അന്വേഷണത്തിന് ഇറങ്ങുകയാണോ നീ? ഞാൻ ചോദിച്ചത് ന്യായമായ സംശയമല്ലേ അമ്മ? അമ്മയ്ക്കൊന്നും തോന്നിയില്ലേ? നിങ്ങൾക്കാർക്കും ആ സംശയം തോന്നിയില്ലേ? ഞങ്ങൾക്കങ്ങനെ പല സംശയങ്ങളും തോന്നിയിട്ടുണ്ടാവും. എന്ന് കരുതി ഞങ്ങൾ ആരും അതിന്റെ പിന്നാലെ അന്വേഷിച്ചിറങ്ങാൻ പോകുന്നില്ല. നീയും അതിനൊന്നും ഒരുങ്ങി പുറപ്പെടണ്ട. പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അവരതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. എന്നാലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കുറച്ചു നേരത്തേക്കെങ്കിലും രത്നയും ഗിരിയേട്ടനും ആ പിള്ളേരും അനുഭവിച്ച വേദന എന്താന്ന് എനിക്കറിയാം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ മോഷ്ടാവെന്ന് മുദ്ര കുത്തിയിട്ട് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തിയില്ലേ? അതൊരു പെൺകുട്ടിയെ, സമൂഹത്തില് മാന്യതയുള്ള ഒരു അധ്യാപികയെ. ഈ കേസ് സെയിൽസ്മാന്റെ അറസ്റ്റ് കൊണ്ട് മാത്രം അവസാനിപ്പിച്ച ശരിയാവില്ല. ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം.
അച്ഛാ ഇവളോട് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി പറയണം. ഇവളുടെ ഈ ധിക്കാരവും എടുത്തിയാട്ടവും ഇന്ദ്രനും അവന്റെ കുടുംബക്കാർക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈശ്വര പെട്ടല്ലോ. ഡോക്ടർ ഡോക്ടർ ഡൽഹിയാ ഡൽഹി. പാർവതി. പാർവതി. എന്താ രാവിലെ തന്നെ? നീ ഇവിടെ പോയിട്ട് വരുന്നു? ഞാനൊന്ന് ക്ഷേത്രത്തിലേക്ക് പോയതാ. ഏട്ടാ പാർച്ചേസിൽ ഫോട്ടോ അതിലുണ്ട്.